ഗ്രീൻ ആൻഡ് ഗ്രേവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല പഴുത്ത മാങ്ങയും ചിയാ സീഡും വെച്ചിട്ടുള്ള ഒരു പുഡിംഗ് ഉണ്ടാക്കാം. ഈ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നന്നായിട്ട് പഴുത്ത 2 മാങ്ങയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ചിയാ സീഡും 1 ടേബിൾ സ്പൂൺ ഹണിയും പിന്നെ ഒരു 1/2 കപ്പ് പാലുമാണ്. ആദ്യം തന്നെ നമുക്ക് ആ ചിയാ സീഡ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നമുക്കതിനകത്തേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ച് നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ മതി കിട്ടുക ഈ ഹണി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതേപോലെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് നമ്മൾ ആ മാങ്ങയും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഈ പുഡിങ്ങിന് വലിയ ജോലിയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഈ മാങ്ങ തോലൊക്കെ കളഞ്ഞൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ ആ ചിയാ സീഡ് ഒന്ന് കുതിർത്തെടുത്താൽ മതി. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിയാ സീഡ് നല്ല കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ആ പേസ്റ്റാക്കി എടുത്ത് മാങ്ങയ്ക്കകത്ത് നിന്ന് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ നമുക്ക് ഈ ചിയാ സീഡിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും നിർബന്ധമൊന്നുമില്ല, നമുക്കതിനൊരു നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പം കണ്ട ആ ചിയാ സീഡ് നല്ലൊരു യെല്ലോയിഷ് കളർ വന്നേക്കുന്നത്. ഞാൻ 2 രീതിയിലും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് വെറുതെ ചിയാ സീഡ് കുതിർത്തിട്ടും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. അത് നമ്മൾ ഏത് ബൗളിനകത്താണോ സെർവ് ചെയ്യുന്നത് അതേ ബൗളോ ഗ്ലാസ്സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്ക് മാങ്ങയുടെ പീസസ് ഇടണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ. ഏറ്റവും ടോപ്പിൽ ഞാൻ കുറച്ച് ആൽമണ്ട് ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇൻഗ്രീഡിയൻസിനകത്ത് കാണിച്ചിട്ടില്ല. ഇത് നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പം ആൽമണ്ടോ പിസ്തയോ അതേപോലെ വാൾനട്ടോ അതേപോലെ എന്ത് നട്ട്സ് ഉണ്ടോ അത് വെറുതെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഇതൊക്കെ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം. ദേ ഇപ്പം ഞാൻ ചെയ്യുന്ന മാതിരി. അത് നമ്മൾ ആ പുഡിങ് കടിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇങ്ങനെ ബൗളിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചും കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഏത് രീതി വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ 2 ഗ്ലാസ്സിലായിട്ട് ഈ പുഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് കണ്ട കുറച്ച് കളറ് കുറഞ്ഞ മാങ്ങയാണ്, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഇടാതിരുന്നത്. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് മധുരം കഴിവതും അവോയ്ഡ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ ആ ചിയാ സീഡ് കുതിർക്കുമ്പോൾ മാത്രം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ഹണി ചേർക്കുന്നത്. പിന്നെ മാങ്ങയൊക്കെ മധുരമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അതിനകത്തേക്ക് കുറച്ച് ഷുഗറിന് പകരം ഇതേമാതിരി ഹണി മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അതുകൊണ്ട് ചിയാ സീഡ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ വെച്ചിരിക്കുന്നത് ഒരു മിൻറ്റ് ലീവ്സ് ആണ് കേട്ടോ. അതും വെറുതെ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്തേക്കുന്നതാണ്. കണ്ടോ, നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തില്ലേ ഈ പുഡിങ്. ഇതിൽ കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല.
അത് വളരെ ഹെൽത്തിയും സിമ്പിളും ആയിട്ട് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. തണുപ്പ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഇതേപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് തണുപ്പിച്ചിട്ട് എടുത്ത് കഴിക്കാം കേട്ടോ. അല്ലാത്തവർക്ക് കുഴപ്പമില്ല, അങ്ങനെ കഴിച്ചാലും മതി, നല്ല ടേസ്റ്റാണ്.